അഭിഷേകത്തിന് വില കൊടുക്കുക. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ ഒരുത്തൻ മറ്റൊരുത്തനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് കാണണം. അതെന്തുകൊണ്ടാണ്? അഭിഷേകം. മനസ്സിലാവുന്നുണ്ടോ? തൊട്ടടുത്ത് 2 പേര് ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ടോ, നമ്മുടെ ചീഫ് സെക്രട്ടറി, കേരളത്തിലെ ചീഫ് സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞു. കളറ് കറുത്തതാണെന്ന് പറഞ്ഞ് ചിലരെന്ത് ചെയ്തു? ഈ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചു. അവരുടെ പവറ്, നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ അടുത്ത ആ മെയിൻ പോസ്റ്റിൽ നിൽക്കുന്ന ആളാണ്. പക്ഷെ കളറിന്റെ പേരിൽ ആൾക്കാര് 1-2 പേര് അധിക്ഷേപിച്ചു. നോക്കിക്കേ, ഈ അഭിഷേകം എന്ന് പറയുന്നത് നിറമല്ല. അഭിഷേകം എന്ന് പറയുന്നത് കൈ വളഞ്ഞതാണോ, കാല് വളഞ്ഞതാണോ, പൊക്കം കൂടിയതാണോ, പൊക്കം കുറഞ്ഞതാണോ, വണ്ണം കൂടിയതാണോ എന്നുള്ളതല്ല. നമ്മുടെ കണ്ണ് തുറന്ന് എൻ്റെ ഭാര്യയെ ബഹുമാനിക്കാൻ, ഭർത്താവിനെ ബഹുമാനിക്കാൻ, എൻ്റെ അപ്പനെ ബഹുമാനിക്കാൻ, അമ്മയെ ബഹുമാനിക്കാൻ, അമ്മായിയമ്മയെ ബഹുമാനിക്കാൻ, അമ്മായിയപ്പനെ ബഹുമാനിക്കാൻ, മക്കളെ ബഹുമാനിക്കാൻ. ഇബ്രാഹിം ലേഖനത്തിൽ പറയുന്നു, മോശ കുഞ്ഞ് ജനിച്ചപ്പോ ഈ ശിശു സുന്ദരൻ എന്ന് അപ്പനും അമ്മയും കണ്ടു. അഭിഷേകത്തെ ബഹുമാനിക്കുമ്പോൾ ദൈവത്തിന് അനുഗ്രഹം വരും. ആർക്കാണ് അഭിഷേകം? നമുക്ക് എല്ലാവർക്കും അഭിഷേകമുണ്ട്. ആരെയാണ് ബഹുമാനിക്കേണ്ടത്? ആരെയും ബഹുമാനിക്കേണ്ടത്? പറഞ്ഞേ, ആരെയും ബഹുമാനിക്കേണ്ടത്? എല്ലാവരെയും ബഹുമാനിക്കുക, എല്ലാവരെയും ആദരിക്കുക, എല്ലാവർക്കും നല്ലത് ചെയ്യുക, എല്ലാവരെയും ആദരിക്കുക. ഒരു കൊച്ചുകുട്ടി ഒരിക്കൽ ഒരു ബലൂൺ കച്ചവടക്കാരന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചത്, ചേട്ടാ, ഈ ബലൂണൊക്കെ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ പല കളറിലുള്ള ബലൂൺ ഉണ്ട്, ഈ കറുത്ത കളർ എന്ത്? കറുത്ത കളർന്ന് കണ്ടില്ല, കറുത്ത കളർ പറക്കത്തില്ലേ? കാരണം ഇവൻ ഈ ഇച്ചിരി കളർ മങ്ങിയവൻ, അവനും വീട്ടിലും സ്കൂളിലും ഒക്കെ ഇവനെ പറയടാ, നീ കറുത്തതാ. ഈ കറുത്തതായതുകൊണ്ട് അവൻ ചിന്തിച്ചത് എന്നെ കൊണ്ട് ഒരു ഗുണവും ഇല്ലെന്നാണ്. ഈ ബലൂൺ കടക്കാരന്റെ അടുത്ത് വന്നപ്പോഴും ബലൂണുകളെല്ലാം പല കളറുള്ള ബലൂണ്, കറുത്ത ബലൂൺ കണ്ടില്ല. അവൻ കടക്കാരനോട്, ചേട്ടാ, ഈ കറുത്ത ബലൂൺ പറക്കത്തില്ലേ? കറുത്ത ബലൂൺ ചേട്ടന്റെ കയ്യിൽ പോലും ഇല്ല, എന്നെ ആൾക്കാർ കറുത്തതെന്നാ വിളിക്കുന്നത്, കറുത്തതിനെ ഒന്നും കൊള്ളത്തില്ല ചേട്ടാ. ചേട്ടൻ പറഞ്ഞു, പൊന്നു മോനെ, ആര് പറഞ്ഞു? പുള്ളി ആ ബാഗ് എടുത്ത് കറുത്ത അടിപൊളി ഒരു ബലൂൺ എടുത്ത് കാറ്റങ്ങ് നിറച്ച് പറത്തി വിട്ടപ്പോ ഇത് പറക്കുവോ? അപ്പൊ ആ ചേട്ടൻ ആ കുഞ്ഞിനോട് പറഞ്ഞു, പൊന്നു മോനെ, കറുത്തതായാലും വെളുത്തായാലും കുഴപ്പമില്ല, ഇതിന്റെ ഉള്ളിൽ കാറ്റ് നിറഞ്ഞാൽ, ഇതിന്റെ ഉള്ളിലൊരു കാറ്റ് നിറഞ്ഞാൽ, ഇതിന്റെ ഉള്ളിൽ കാറ്റുണ്ടെങ്കിൽ ഇതങ്ങ് പറക്കും. നമ്മുടെ പുറമേ ഉള്ള കളറോ നിറമോ എന്തെങ്കിലും വെച്ച് നിങ്ങളെ ആരെങ്കിലും വിലയിരുത്തെങ്കിൽ നിങ്ങൾ നിറയ്ക്കേണ്ടത് പുറമേ ഉള്ളത് ചിന്തിക്കേണ്ട. അകത്ത് പരിശുദ്ധാത്മാവ് നിറയട്ടെ, അകത്ത് പ്രാർത്ഥന നിറയട്ടെ. പുറത്ത് എന്തു തന്നെയാണെങ്കിലും യേശുവേ, എന്റെ അകത്ത് ദൈവത്തിന്റെ വചനം നിറയട്ടെ, എന്റെ അകത്ത് പ്രാർത്ഥന നിറയട്ടെ, എന്റെ അകത്ത് ആരാധന നിറയട്ടെ. നീ ഉയർന്നു പോകുന്നത് കാണാം.